പറങ്കിപ്പടയുടെയും വെള്ളക്കാരുടെയും ചീറിയെടുക്കുന്ന വെടിയുണ്ടക്ക് മുമ്പിൽ സ്വന്തം നെഞ്ചുവിരിച്ച് വീരേതിഹാസം രചിച്ച കരംചന്ദ് ഗാന്ധിയും മൌലാന അബ്ദുൽ കലാം ആസാദും ഝാൻസി റാണിയും 24-ാം വയസ്സിൽ ഇന്ത്യ എന്ന പിറന്ന നാടിനു വേണ്ടി സന്തോഷത്തോടുകൂടി തൂക്കുകയർ കൈത്തിലണിഞ്ഞ ഭഗത് സിംഗിന്റെ ഇന്ത്യ. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അരമനയിൽ കടന്നു ചെന്ന് മിസ്റ്റർ ജോർജ്, ഇന്ത്യക്ക് സ്വതന്ത്രം തരൂ, അല്ലെങ്കിൽ സ്വതന്ത്ര ഭൂമികയിൽ 6 അടി മണ്ണ് തരൂ എന്ന് ചക്രവർത്തിയുടെ മുഖത്തു നോക്കി വിരൽ ചൂണ്ടി ഗർജിച്ച മൌലാന മുഹമ്മദ് അലി ജൌഹറിന്റെ ഇന്ത്യ. സാഹിത്യത്തിലൂടെ യുവാക്കൾക്ക് സ്വതന്ത്ര സമരത്തിന് പ്രചോദനം നൽകിയ സുബ്രഹ്മണ്യ ഭാരതിയുടെയും വള്ളത്തോളിന്റെയും ഇന്ത്യ. ജാതി മത വർണ്ണവർഗ മതിർക്കെട്ടുകൾ തകർത്തെറിഞ്ഞ് നമുക്ക് ഒന്നിക്കാം. ഒരു രാജ്യദ്രോഹിക്കും ഒരു തീവ്രവാദിക്കും ഈ മതേതര ഇന്ത്യയിൽ ഇടമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ത്രിവർണ്ണ പതാക പാറിപ്പിറകട്ടെ. ഹായ് ഓൾ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇന്ന് നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ് തയ്യാറാക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇഡ്ഡലി മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കുന്ന വീഡിയോ മുമ്പ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ട് അല്പം ഇഡ്ഡലി മാവ് എടുത്തിട്ട് പിന്നെ വേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ സ്റ്റീം ചെയ്തിട്ടുണ്ടായിരുന്ന ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയിലയും ഇതുപോലെ തന്നെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇഡ്ഡലി മാവ് കോരി ഒഴിച്ചിട്ട് ആ ഒരു ഇഡ്ഡലിക്ക് സാധാരണ മാവ് റെഡിയാക്കുന്നതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. രണ്ടിലോട്ടും ഇതുപോലെ മാവ് കോരി ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇഡ്ഡലി മാവ് അരച്ചെടുക്കുന്ന സമയത്ത് ഓവറായിട്ട് ലൂസാക്കി കളയരുത് കേട്ടോ. ഇതുപോലെ ടൈറ്റ് ആക്കിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. എങ്കിലേ ആ ഒരു ഇഡ്ഡലി നല്ല പോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇത്രയും മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആദ്യം. എന്നിട്ട് ഇതുപോലെ 3 ലെയറായിട്ട് നമ്മൾ മാവ് ഒരു തവി വെച്ചിട്ട് അല്ല എങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ കോരി ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സ്റ്റീം ചെയ്യാൻ വേണ്ടി ഇഡ്ഡലി തട്ടിലോട്ട് ഇറക്കി വെക്കാം. അങ്ങനെ വെറും 15 മിനിറ്റ് മാത്രം മതി ഈ ഇഡ്ഡലി ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കാനായിട്ട്. ചൂടോടെ ഒരിക്കലും ഇഡ്ഡലി മോൾഡിൽ നിന്നും ഇഡ്ഡലി ഇളക്കിയെടുക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. സാധാരണ നമ്മൾ ഒന്ന് തണുത്തതിന് ശേഷമല്ലേ ഒരു സ്പൂണ് വെച്ചിട്ട് ഇഡ്ഡലി എടുക്കാറ്. അപ്പോൾ അതുപോലെ ചെയ്യുക. എന്തായാലും മക്കൾക്ക് ഒരുപാട് സന്തോഷമാവും ഈ ഒരു ഇഡ്ഡലി കാണുന്ന സമയത്ത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ്. മക്കൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അങ്ങനെ വാശി പിടിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ. എന്തായാലും മക്കൾക്ക് ഒരുപാട് സന്തോഷമാവും, കഴിക്കാനും നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ബൈ.